ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഹോട്ടൽ വൈറ്റ് ഫോർട്ടിലാണ് കേട്ടോ. സംഭവം ടിക്കിറ്റാക്ക മൂവിയുടെ നമ്മുടെ മുമ്പ് വർക്ക് ചെയ്ത തന്നെ നമ്മുടെ ആസിഫ് അലി നായകനാവുന്ന ടിക്കിറ്റാക്ക മൂവിയുടെ കുറച്ച് ഷൂട്ട് കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് സ്റ്റണ്ടിൻ്റെ കുറച്ച് ഷൂട്ടുണ്ട്. അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് വന്നത്. ഇന്ന് നേരെ വെളുത്ത് കേട്ടോ. രാത്രി വരുന്നതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ വ്ളോഗ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ. സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ റൂമുകളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വാതിൽ തുറന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പഴയ സെറ്റപ്പാണ് കേട്ടോ. അലമാരയുണ്ട്, പിന്നെ നമുക്ക് ടപ്പലുണ്ട്, അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എനിക്ക് പിന്നെ വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ വിശാലമായ ബെഡ്റൂം, ഡബിൾ ബെഡാണ് കേട്ടോ. ഡബിൾ ബെഡ്, കുളിച്ചിട്ട് സോഴ്സ് കൊണ്ടിട്ടേക്കണം കേട്ടോ. പിറ്റേ ദിവസം ആയാലും ടേബിളുണ്ട്. ഇവിടെ നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം കാഴ്ചകളൊക്കെ കാണാം പുറത്തുള്ള. ഓക്കെ, സാധനങ്ങളെല്ലാം വലിച്ചാലിട്ടേക്കാൻ നേരം എടുത്തല്ലേ ഉള്ളൂ. കിടന്ന് ഉറങ്ങേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ കുളിച്ച് ഫ്രഷായിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പോകണമല്ലോ. ബാത്റൂം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബാത്റൂം. പഴയ സെറ്റപ്പാണ്, പണ്ടത്തെ സെറ്റപ്പാണ് കേട്ടോ. വാഷ് ബേസിനുണ്ട്, ഇവിടെ ഒരു കണ്ണാടിയുണ്ട്, ബാത്ത് ടബ് ഉണ്ട്, തുണി എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചെറിയൊരു ഹീറ്റർ. ഏഴരയ്ക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങും. 7:15. ഓക്കെ, ഇനി ലൊക്കേഷനിലോട്ട് പോകാം. നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഡിബിൻ ചേട്ടനും നമ്മുടെ ആശാനും അപ്പുറത്തുണ്ട്. അവരെയും കാണിക്കാം. ഓക്കെ, ഞാൻ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, ഞാൻ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ആശാൻ്റെയും ഡിബിൻ ചേട്ടൻ്റെയും റൂമിലോട്ട് പോവാം. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. തൊട്ട് അപ്പുറത്ത് തന്നെയാണ് അവരുടെ റൂം. പോലെ എന്താ ഇതാണ് നമ്മുടെ ഡിബിൻ ചേട്ടൻ്റെയും ആശാൻ്റെയും റൂം. രാവിലെ നഗ്നപാതനായി അകത്ത് വരുമെന്ന് വാങ്ങിയ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഒന്നുമില്ല. ജാക്കറ്റൊക്കെ ഉരി വയ്ക്കാലോ. സെയിമാണ് കേട്ടോ. പഴയ സെറ്റപ്പ് അല്ലേ നമ്മുടെ മഹാറാണി പോയ സെറ്റപ്പ് അല്ലേ? അതേപോലെ സെയിം പണ്ടത്തെ പണ്ടത്തെ കിടിലും അന്ന് അവിടത്തെ സെയിം പാലക്കാട്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്താ മൊബൈൽ കൊടുക്കണോ? ഓ അങ്ങനെ. എന്താ നിങ്ങൾ മറ്റേ അതൊക്കെ ഇട്ടട്ടാ രജനീകാന്ത് കമലഹാസനും വരുന്നുണ്ട്. 2 ലിഫ്റ്റ് നിറയാണ്. ലിഫ്റ്റ് തുറന്നു. ഓക്കെ, നമ്മൾ താഴോട്ട് ചെല്ലട്ടെ. വീട്ടിലൊക്കെ ഹൈടെക് ലിഫ്റ്റാ. അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ സെൻസറാ. വലിയ നമുക്ക് പിന്നെ പഴയ ഷീറ്റിട്ടൊരു വീട് പാട്ടടിച്ച് അതിനകത്ത് അവിടെ ലിഫ്റ്റ് വെക്കാനാ. സ്വന്തം വീടിനെ കുറിച്ചാണ്. ഇല്ല, ഇത് സാധനം ഇവിടെ കൊടുക്കണം. നമ്മൾ കൊണ്ടുപോകും. മൊബൈൽ വേണം അവിടെ കൊടുക്കാം. അങ്ങനെ വീട് എടുക്കണം. നല്ല മാസമായിട്ട് നടന്നു. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ സൈഡ് വശം. ഫ്രണ്ട് കാണിച്ചു തരാം. ദി വൈറ്റ് ഫോർട്ട്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആശാൻ്റെ വണ്ടി. ഓക്കെ, 7:30 നമ്മൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇവർ രണ്ടുപേരും കറുപ്പൊക്കെ ഇട്ടിട്ട് എന്താണ് പരിപാടി എന്നറിയത്തില്ല.
ശബരിമലയ്ക്ക് പോവുകയാണോ ആ ഒരു അയ്യപ്പൻ്റെ ഫോട്ടോയും ഒരു മാലയും കൂടെ ഉണ്ടെങ്കിൽ പക്ക. എന്താ ഓക്കെ ഓക്കേ. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തിന്റെ തെരുവീതികളിലൂടെ. ആറ്റിറ്റ്യൂഡ് ഇട്ടോണേ, അല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടോളാം. ഇടയ്ക്കിടയ്ക്ക് ഇടത്തോട്ട് നല്ലോണം തിരിഞ്ഞു ബാക്ക് നടക്കുന്നുണ്ട് സൈഡിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉള്ള നല്ല രസം. ഈ റോഡല്ലേ? എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? 3 കിലോമീറ്റർ. ഈ വെയിൽ വരുമ്പോ എടുക്കണം, ഒരു രസം ഉണ്ടാവും. അങ്ങനെ ഈ റൂട്ടാണോ? അല്ല ഈ റൂട്ട്. നമ്മളെ സ്റ്റുഡിയോക്കകത്ത് അടുത്തെത്തിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊന്ന് കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കോഫിയോ ചായയോ ഒരു കടിയോ ഒരു കുട്ടി. ഓക്കെ, ടാബ്ലറ്റ് എടുത്ത് വെച്ചാൽ മതിടാ. അത് അവിടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിക്കാമല്ലോ. അതെ, 2 ബ്ലാക്ക് ക്യാപ്സ്. നമ്മുടെ മാസ്റ്റേഴ്സ് അതാ പോകുന്നു. അതിന്റെ പുറകെ പോകും. നമ്മളവിടെ പിറകെ മാപ്പ് നോക്കിയോ? ഇതൊക്കെ ഇവിടെ കിടക്കുമല്ലേ? നമ്മുടെ മാസ്റ്ററിന്റെ വണ്ടി. ഹലോ, ഗുഡ് മോർണിംഗ് മാസ്റ്റർ. മാസ്റ്റേഴ്സ് ആശാനെ തള്ളുങ്കോ. ഇനി തല ഇല്ല. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ നോക്കിയപ്പോഴേ രാത്രിക്ക് അവന് മുണ്ട് വരുമ്പോൾ എന്നെ കൊണ്ട് മുണ്ട് രണ്ടുപേരും കറുപ്പും കോസ്റ്റ്യൂമോ ഞങ്ങൾ അഭിനയിക്കുന്നുണ്ട്. ഒരു ഓഫീസ് ഓർമ്മയുണ്ട് ആരാ പറഞ്ഞു നമ്മളെ കൂട്ടത്തിൽ? അത് ഗുലാബ് ജാമല്ല, ലഡു വേണമെന്ന് പറഞ്ഞു. നമ്മളിവിടെ കോഫി കുടിച്ചിട്ട് പോവാം. ഞാനൊരു ബൂസ്റ്റ് പറഞ്ഞു. ചൂടില്ല. നീ ചേരുവടെ സാധനം ചന്ദ്രക്കണ്ണടി ഓപ്പോസിറ്റ് ഇല്ലേ, സൂര്യപ്രകാശം. ഇത് തിളക്കി ഇതെന്നെ കത്തി നിൽക്കുമോ വിറ്റപ്പത്തം. ഇതന്നെ 2 ഗ്ലാസ് അതെങ്ങനെ അല്ല, പണ്ട് വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഇട്ടിട്ട്. ശരിയല്ല അവന് ചേർത്തൊന്നുമില്ല. എന്റെ ആശാന ഒട്ടും കുശിപ്പില്ല. ഇല്ല, ഈ ഷേപ്പ് കൊള്ളത്തില്ല. ഈ ഫ്രെയിം നിങ്ങൾ മോന്തയ്ക്ക് ഫ്രെയിം കൊള്ളത്തില്ല. ഈ ഫ്രെയിം ഉള്ള ഇത് നോക്കാം. ആശാന നോക്കിയാ എന്റെ ആശാന, ഇത് ആശാന വേണ്ടി ഇറക്കിയതാണ്. ഇതെനിക്കല്ലേ? അതെ അതെ അതെ, ഫ്രെയിമിന്റെ ഇതാണ്. ചില ഫ്രെയിം ഗ്ലാസ് കുഴപ്പമില്ല, ഫ്രെയിമിന്റെ എന്റെ ചേച്ചി എനിക്ക് അങ്ങനെ വലതും തരും. നിങ്ങളത് ചോദിക്കണ്ടേ? അതെ, ഇപ്പൊ വിളിച്ച് സെറ്റിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, കോഫി നല്ല വെയിൽ കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ലൊക്കേഷനിലോട്ട് പോകുകയാണ്. ഇത് ഉണ്ടാക്കുന്നുണ്ടോ? നിന്റെ ഇതായിരുന്നു ഓട്ടം. ഞെട്ടിപ്പോയിരുന്നു. നിന്റെ ഇതായിരുന്നു ഓട്ടം.
ഇങ്ങനെ ടൈം ബോംബ് വെച്ചേക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ലൊക്കേഷനിലേക്ക്. മറ്റേ ഇത് കൊണ്ടുപോകണോ? അപ്പോൾ നമ്മൾ സ്റ്റുഡിയോക്കകത്താണ് കേട്ടോ ഷൂട്ട്. സ്റ്റുഡിയോയുടെ തൊട്ടടുത്തെത്തി. നമ്മൾ ഫുഡ് കഴിച്ചില്ല, കോഫിയൊക്കെ കുടിച്ചു. അങ്ങോട്ട് പോകാം. ഗജൻ ഞൂണ്ട് കയറുന്നു. മനസ്സാനെ പൊട്ടിക്കലായി. വണ്ടി താന്ന് ഒറ്റ എടുക്കണ്ട, അതാണ് വിളിച്ചായി. നല്ല ലോൺ കേട്ടാ. മെയിനാവുന്നു, പക്ഷെ ദിബിനേട്ടൻ സമ്മതിക്കില്ല. അല്ല ഇത് പിടിക്ക്, രണ്ടാൾ പിടിക്ക്. പിടി രാജാ. ഞാനൊന്ന് മെയിനായതാണ്. ഓട്ടെ പോണ രണ്ട് പൈക്കിടാങ്ങൾ സാധനം കൊണ്ട് പോകുന്നു. സൂമിങ് ഇല്ലാത്തത് കൊണ്ട് സൂമില്ല. അതാ പോണ. ടീഷർട്ട് കൂടെ ഉണ്ടോ നോക്കി. അടുത്ത സെറ്റ് എടുക്കുവാണ് സുഹൃത്തുക്കളെ, ആശാന്റെ സാധനങ്ങൾ. ഇത് വേണ്ടല്ലോ, ഇതിനകത്ത് എന്താ തുറന്ന് നോക്കണേ? കെട്ടാനാ ഇത് അതിനകത്ത് വെച്ചോടാ. നോക്കി ആശു. അവിടെ ഞാൻ കംഫർട്ട് എടുക്കാം. അതിൻ്റെ അകത്തേ ഒരു കപ്പി. ഇവിടെ ഇവിടെ വന്നാ പറ. ഇവിടെ ഒരു ഇത് ഒരെണ്ണം ഒരു തരാം. ഒരെണ്ണം നീ ഇത് അടിയിക്കോട്ട് വരണം, എൻ്റെ കാലിലേക്ക് വരണം. ഓ ഇവിടെ ഡിബിൻ ചേട്ടൻ അടുത്ത കപ്പ് ഇടാനായിട്ട് അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഇങ്ങോട്ട് എന്താണ് മനുഷ്യ, നീ അവിടെ ബ്ലോഗ് ചെയ്തോണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കും. ബ്ലോഗല്ല, ബ്ലോഗ്. ഇപ്പൊ അതിനോളേക്ക് ചാടിക്കാറുണ്ട്. ബേക്കിന്ന് വലിച്ചു കൊണ്ടോട്ടേ ഞാൻ അത് കേട്ടോളാം. അത് കേട്ടോ അതെന്താ അത്? ഇനി നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. പൂങ്കാറ്റേ കൂടെ പോയി പോയി കൊല്ലാമോ. റൂമിൽ പോയിട്ട് പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൊക്കേഷനിൽ എത്തണം. ലൊക്കേഷൻ ഞാൻ വാട്സപ്പിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. കിണയമണ ആയല്ല. ഞാൻ ഈ മുടി വെട്ടിയാലോ എന്ന് ആലോചിക്കുക. മുടിയേ കിണയമണയായി. എല്ലാരും കെട്ടിപ്പിടിയും കഴിഞ്ഞു. ഒരു കെട്ടിപ്പിടിയും കിട്ടിയില്ല. ഒരു കെട്ടിപ്പിടിയും കിട്ടിയില്ല. ഇങ്ങനെ മുഖം കൊണ്ടുവന്ന് മറച്ചു വെച്ചല്ല. നിങ്ങളെ മുതുക് രാവിലെ ഉള്ളു. അതാ കെട്ടിപ്പിടിച്ചേ ഒരു പിടിയിൽ തീർക്കാം. മാസ്റ്ററുടെ ആക്ഷൻ ലൈവായിട്ട് കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. നമ്മുടെ റോപ്പുണ്ട് അവിടെ. അപ്പോൾ
എറണാകുളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കൂടെ സൈമിച്ചനും ഡിബിൻ ചേട്ടനും അപ്പുറത്തെ റൂമിലുണ്ട്. അവരും കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്ക് ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു 12 മണി വരെ കുറച്ച് പരിപാടികളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ പോയേനെ. അപ്പോൾ നേരെ പിന്നെ റൂമിൽ കിടന്ന് പിന്നെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രെയിനുള്ളൂ. ഇപ്പോൾ 7 മണി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഓക്കെ, സ്റ്റേഷനിൽ എത്തപ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം അങ്ങനെയൊക്കെ പോകുമല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ സൈമിച്ചൻ്റെ റൂമിലോട്ട് പോവാം. അവർ റെഡിയായി നിൽക്കുവാണ്. അവർ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. സൈമിച്ചിൻ്റെ റൂമാണ്. എന്നെ തെറിയും വിളിച്ചോണ്ട് വരിക, എന്തിനാണെന്ന് അറിയത്തില്ല. ഇന്നലെ വിളിച്ചെന്നെ തെറി വിളിക്കണം. അങ്ങനെ ഞാൻ വിചാരിച്ച എന്നെ തെറി വിളിച്ചോണ്ട് വരുക. ഓ അങ്ങനെ, നിങ്ങൾ റെഡിയായി നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പുറപ്പെടുകയായി. നാളെ കാണാട്ടോ. കണ്ടിട്ട് പുതിയതായിട്ട് പാടില്ല. ഞാനിവിടെ പറഞ്ഞു, എനിക്ക് മെസ്സേജ് നമ്മളെ കാണാത്തോണ്ടേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പടി ഇറങ്ങുകയാണ്. രാമിച്ച വന്നതിനെക്കാട്ടി കൂടുതൽ സാധനമായിട്ടുള്ള പോണം. യാത്ര നമ്മൾ വേസ്റ്റ് ആക്കരുത്. സാധനം നമ്മളെ കോർഫ് ഫോർക്ക് എടുത്ത് അതിൽ തന്നെ സോപ്പ് അടിച്ച് പറ്റിയോ? സോപ്പ് ഷാമ്പു അടിച്ച് പറ്റി. ഇന്നെ അടിച്ച് പറ്റി. എൻ്റെ ഒരു പഴയ ഷഡ്ഡി ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയോ? ഇത് ഓർക്കോ അത് ഓർക്കോ? ഇതെന്തോട് ആ ക്ലാസ്സിലോട്ടൊന്ന് നോക്കോ. മുടിയൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ. മുഖത്ത് നല്ല ക്ഷീണം കാണാൻ. ഒരു പൊള്ളലോട് കൂടി എൻ്റെ എല്ലാം തകർന്നു. വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നത് ഈ മാച്ചം പറയില്ല, അവരത് മ്യൂസിക് ഉണ്ട് ഒരുപാട്. മ്യൂസിക് ഉണ്ട്. ഇപ്പം അതൊക്കെ ഞാൻ മാറ്റി. ഇത് എങ്ങോട്ടാ പോണേ? അല്ല, അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് മ്യൂസിക് ആയിരിക്കും. ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി. ബൈക്കിൻ്റെ ചായ കൊടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, ഇപ്പോൾ മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? മഴ പെയ്തല്ലേ? നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. ആ മഴ പെയ്തെന്നല്ല, മഴ പെയ്യുന്നു. ഞാനിതിൻ്റെ ഫ്രണ്ട് വശം നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ നമ്മൾ നിന്ന സ്റ്റേ ചെയ്ത ഹോട്ടൽ വൈറ്റ് ഫോർട്ട്. അമ്പരചുംബിയായ കെട്ടിടത്തിൽ 3ാമത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടാറ്റ ഹോട്ടൽ വൈറ്റ് ഫോർട്ട് എറണാകുളം. പാട്ടൊക്കെ വെച്ചോണം കേട്ടോ. പാട്ടൊക്കെ കിട്ടും. വൈഫ് കണ്ടിരിക്കണേ. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇടണം. എറണാകുളം ജംഗ്ഷൻ. അപ്പൊ സുഹൃത്തുക്കളെ, റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അയ്യോ തിരിഞ്ഞു. അപ്പൊ ഓക്കെ താങ്ക് യു കാണാം. ഉടനെ കാണാം. വിളിക്കട്ടാ. ഓക്കെ വിട്ടു. ശരി എന്നാ. എല്ലായിടത്തും ശരി വിട്ടോ. ഓക്കെ ബൈ.
ഇപ്പോൾ സമയം 1:55. ഇനി 2:55 വർക്കലൊക്കെ ട്രെയിൻ. കിളി പറഞ്ഞു കേട്ടോ, ഒന്നും കഴിച്ചില്ല ഇതുവരെ. വീട്ടിൽ പോയിട്ടാണ് കഴിക്കാനായിട്ട്. ഓക്കെ, 3 മണിയെ കഴിയും വീടെത്തപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, വർക്കല വന്നിരിക്കുകയാണ്. നല്ല വിശപ്പായിട്ടാ. രാവിലെ ഞാൻ ഒരു ബിസ്ക്കറ്റും ഒരു വെള്ളമായിട്ട് ട്രെയിനിൽ കയറിയാണ്. വീട്ടിൽ പോയിട്ടാണ് വല്ലതും കഴിക്കാനായിട്ട്.